ശക്തമായ മഴ, അതിന്റെ അടുക്ക് ഇടിയും. ഇടിമഴയൊക്കെ വാട പെയ്തപ്പോ ആളുകൾക്ക് പ്രശ്നമായി. ഉടനെ തന്നെ മുകളിലേക്ക് നോക്കി മീക്കായിലിനോടാണ്, ഞാൻ ആളുകളോട് സംസാരിച്ച ആളുകളോട് കൂട്ടിയിരുത്തുകയാണ്. ഇടിമഴയുണ്ടാക്കി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണോ? അടങ്ങി നിൽക്കണം. മീക്കായിലിനോടാ കൽപ്പന. ഉടനെ തന്നെ അത് ശാന്തമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഇവരുടെ ഔലിയാക്കന്മാരുടെ ഒക്കെ അവസ്ഥ. ഇവര് സമൂഹത്തിനെ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരുടെ ഒരു ക്വാളിഫിക്കേഷനാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരാണ് സമൂഹത്തിനെ വഴിതെറ്റിക്കുന്നത്. കാരണം ഇവർക്ക് അള്ളാനെ പേടിയില്ല, ഇവർക്ക് ഔലിയാക്കന്മാരാണ് പേടി. ഏത് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇവര് കുറെ കുളിക്കാത്ത നനക്കാത്ത കുറെ എണ്ണം പറയുണ്ടല്ലോ, അവരൊക്കെയാണ് ഇവർക്ക് പേടി. അള്ളാനെ ഇവർക്ക് പേടിയില്ല. കാരണം ഇവര് ഔലിയാക്കന്മാരൊക്കെ അള്ളാനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ചരിത്രങ്ങളാണ് കൂടുതലുള്ളത്. അള്ളാനെ ഭീഷണിപ്പെടുത്തി കുട്ടീനെ കൊടുത്ത കഥ ഷെയ്ഖ് ജീലാനിയുടെ മേലെ ഇവർ തന്നെ വെച്ച് കെട്ടിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടിനെ കൊടുക്കുക, 2 കുട്ടിനെ കൊടുക്കുക, 3 കുട്ടിനെ കൊടുക്കുക. അപ്പൊ അള്ള പറയുന്നുണ്ട് ഇല്ല, കൊടുക്കാനുള്ള ഇതില്ല, കൽപ്പന അല്ല, തീരുമാനമില്ല, അതങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 8 വരെ എത്തി. ലാസ്റ്റ് ഇതിങ്ങനെ കുട്ടി കൂടി പോകുകയാണെന്ന് കണ്ടപ്പോൾ അള്ള അവസാനം സമ്മതിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ സാഹചര്യങ്ങളൊക്കെ. ആ കൊട്ടയമെ തട്ടിയിട്ട് റൂഹ് രക്ഷപ്പെടുത്തിയ കഥ അതും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതും മൊഹീദിമാലയിലുള്ള തന്നെയാണ്. ആ മാല ഇവര് ഇപ്പൊ തള്ളുകയാണ്. കാരണം ഇപ്പൊ പഴയതിൽ അതില്ല, പുതിയതിലാണ് ഇതുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് അതിനെ തള്ളുകയാണ്. ഇങ്ങനെ ഓരോന്നും തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. തള്ളും തോറും പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് അവിടെ അവസ്ഥ. അപ്പൊ അള്ളാനെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാർ ഔലിയാക്കന്മാർക്ക് പിന്നെ മീക്കായിലിനോട് പറഞ്ഞിട്ട് മഴ നിർത്തിച്ചു, ഇടി നിർത്തിച്ചു. ഇവിടെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വിളിച്ചുകൂടി സംസാരിക്കുമ്പോൾ ഇവിടെ ഇടിയും കാറ്റും മഴ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് വലിയ ഭീഷണിപ്പെടുത്തി നിർത്തിച്ചു എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ അത്ഭുതമല്ല. കാരണം അള്ളാനെ പോലും ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ഈ പാർട്ടികൾ, ഇവർ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാരെയും. ഇതാണ് അവസ്ഥ. അപ്പോ ഇത് സാധാരണ ജനങ്ങള് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. കാരണം ഇവര് പറയുന്നതാണോ ശരിയായ ദീന്? അതല്ല, ദീന് ഇവർക്ക് ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ തന്നെ ഇവരെ കൃത്യമായിട്ട് ജനങ്ങളത് പറഞ്ഞു പഠിപ്പിക്കണ്ടേ. പക്ഷെ ഇവര് പഠിപ്പിക്കുന്ന കള്ളക്കഥകൾ എന്താണ് എന്ന് പൊതുസമൂഹം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? ഇവര് പറയുന്നതൊന്നും ഇസ്ലാം അല്ല. ഇസ്ലാമിൽ ഈ പറയുന്നതിനൊന്നും തെളിവില്ല. അള്ളാനെ പേടിക്കുന്നിടത്ത് ഇവര് ഔലിയാക്കന്മാരെ പേടിക്കാം, മരിച്ചു പോയവരെ പേടിക്കാം, അവരെ ഹക്കും ജാഹിനൊക്കെ വേണ്ടി, അവരെ കുരുത്തക്കേടിന് വേണ്ടി ഇങ്ങനെ നടക്കുക. അവരെന്ത് കാര്യമാണ് ഇവരെ ഹക്കും ജാഹും ബർക്കത്തും വെച്ച് ഇവര് കാര്യങ്ങൾ ചോദിക്കുക. ഇവർക്ക് അള്ളാനെ യാതൊരു പേടിയില്ല, പരലോകത്തിനെ പേടിയില്ല, നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളൊരു ബേജാറുമില്ല, ആദം സന്തതിയുടെ കാൽപാദം എടുത്തു മാറ്റാൻ പറ്റില്ല, 5 ചോദ്യത്തിന് അല്ലെങ്കിൽ 6 ചോദ്യത്തിന് ഉത്തരം പറയാതെ എടുത്തു മാറ്റാൻ പറ്റില്ല എന്നുള്ള അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിരിക്കുമ്പോൾ ഇവർക്ക് ആ ചോദ്യത്തിനെ പറ്റിയും പേടിയില്ല, പരലോകത്തിനെ പറ്റിയും പേടിയില്ല, നരകത്തിനെ പറ്റി തീരും പേടിയില്ല. കാരണം ഇവരുടെ ഔലിയാക്കന്മാർ നരകത്തിന് കാക്കാനും രക്ഷപ്പെടുത്താനും മീക്കായിലൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് മഴ നിർത്തി, ഇടി നിർത്തി, മിന്നൽ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പരലോകത്ത് വല്ല ബേജാറുണ്ടോ? ഒരു ബേജാറും ഇല്ല. അവർക്ക് അതിനെപ്പറ്റി പേടിയില്ല. പക്ഷെ ഇവരങ്ങനെ പോയിക്കോട്ടെ. സാധാരണ ജനങ്ങളുണ്ടല്ലോ, കാരണം ഇവരുടെ ഈ വലയിൽ പെട്ടവര് എന്നും പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇവര് അതിന് രക്ഷപ്പെടൂല. കാരണം ആ രൂപത്തിലാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ കാലിന്റെ ചോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഇവർ അണികളെ പിടിച്ചിങ്ങനെ നിർത്തുന്ന ഈ കള്ളക്കറാമത്തും പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവസ്ഥകള്. അള്ളാഹുവിന്റെ റസൂല് പോലും സ്വന്തം മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മോളെ ഫാത്തിമ, അവിടെ വെച്ച് എനിക്കൊരു ഉപകാരം നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല. നീ എന്റെ സമ്പത്തോ പൈസയോ എന്താ വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ചോദിച്ചോ, പക്ഷെ പരലോകത്തെ. കാരണം എന്താ? അവിടെ ഇടപെടാൻ പറ്റില്ല. അള്ളാഹു റസൂലിന് പോലും കൃത്യമായിട്ട് ഇടപെടാൻ പറ്റില്ല എന്ന് നബി എന്നെ മോളോട് പഠിപ്പിച്ചിരിക്കെ ഈ ഔലിയാക്കന്മാർ അവിടെ പോയിട്ട് പരലോകത്തെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ ലോജിക്ക് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചങ്ങാതിയുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവരപ്പോ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവരുടെ ദീൻ എന്താണ്? ഇവരുടെ മതം എന്താണ്? ഇവർ ഏതാണ് ആശയം? എവിടുന്ന് കടമെടുത്തതാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ? മലക്കുകളെ ഭീഷണിപ്പെടുത്തുക, കൊട്ടയമ തട്ടിയിട്ട് റൂഹ് രക്ഷപ്പെടുത്തി എന്ന് പറയുക, അള്ളാനെ തോൽപ്പിക്കുക, അള്ളാനെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവരെ ഔലിയാക്കന്മാരെ കോലം. അപ്പൊ ഇവരെ പരലോകം അവർ തന്നെ സംരക്ഷിക്കേണ്ടി വരും. കാരണം വെച്ചാലേ അപ്പൊ ഇവരെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ പരലോകം രക്ഷപ്പെടൂല. അത് മാത്രമല്ല, പരാജയപ്പെട്ടു പോവുകയും ചെയ്യും പരലോകത്ത്. അവിടെ പോയിട്ട് ഇവർക്കെതിരെ
റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവർ പിന്നെ ആ പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ, ഇവര് നേതാക്കന്മാർ, ഇവർ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ട് ഇവരാണ് ഞങ്ങൾ വഴി പഠിപ്പിച്ചത്, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞാലേ ഇവരെ അനുകരിച്ചവർക്ക് ശിക്ഷ ഒഴിവില്ല. ഇരട്ടി കൊടുക്കണം ഞങ്ങൾ പറഞ്ഞാൽ പകുതി നിങ്ങൾക്കും കിട്ടുമല്ലോ. അപ്പൊ അത് കുറ്റം അങ്ങോട്ട് ചാർത്തി കൊടുത്തിട്ട് പരലോകത്ത് രക്ഷപ്പെടാന്ന് ആരും പിന്നെ ചിന്തിക്കും വേണ്ട. അപ്പൊ കൃത്യമായിട്ട് അള്ളാഹു നൽകിയ ബുദ്ധിയും ചിന്താശക്തിയും വെച്ചിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചിന്തിക്കുക. നാൽക്കാലികൾക്ക് അള്ളാഹു കൊടുക്കാത്ത, മറ്റുള്ള ജീവികൾക്ക് അള്ളാഹു കൊടുക്കാത്ത രണ്ട് അനുഗ്രഹമാണ് ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിശക്തി എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ മുസ്ലിയാക്കന്മാരുടെ കെണിയിൽ പെട്ടു പോകണ്ട, അവരെ ആശയത്തിൽ പോയിട്ട് തല പണയം വെക്കണ്ട. അതുകൊണ്ട് കൃത്യമായി ഖുർആനും ഹദീസും പഠിച്ച് പരലോകം രക്ഷപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.